നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്തിക്കാട് പുത്തൻകോവിലകം റോഡിലെ വെള്ളക്കെട്ടുള്ള ഭാഗം കല്ലിട്ട് ഉയർത്തുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. സ്കൂളുകളും സംഘടനകളും ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. അന്തിക്കാട് സ്കൂളിന് എതിർവശത്തുള്ള പുത്തൻകോവിലകം റോഡിലെ വെള്ളക്കെട്ടിൽ കെട്ടിടം പൊളിച്ച കല്ലും മണ്ണും മറ്റു മാലിന്യങ്ങളും കൊണ്ടിട്ട് ഉയർത്തുന്നു. ഇരുമ്പ് കമ്പിയും കോൺക്രീറ്റ് മാലിന്യവും ഉൾപ്പെടെയാണ് ടാറിട്ട റോഡിന് മുകളിൽ നിരത്തിയിരിക്കുന്നത്. മഴവെള്ളം ഇരച്ചെത്തിയാൽ റോഡിലെ കല്ലും മണ്ണുമെല്ലാം ഒഴുകിപ്പരക്കും. കമ്പി ഉൾപ്പെടെ കുത്തിക്കയറി ആളുകൾക്ക് പരിക്കേൽക്കാനും വാഹനങ്ങൾ കേടുവരാനും സാധ്യതയുണ്ട്. തൊട്ടടുത്ത അന്തിക്കാട് ഹൈസ്കൂൾ, KGM സ്കൂൾ, മദ്രസ എന്നിവിടങ്ങളിൽ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ദിനം പ്രതി ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. കോൾ മേഖലയിലേക്കുള്ള പ്രധാന റോഡും ഇതാണ്. വർഷങ്ങളായി തുടരുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാതെ താൽക്കാലിക പ്രവൃത്തികൾക്കെതിരെ കടുത്ത ജനരോഷമുണ്ട്. എല്ലാ മഴക്കാലത്തും സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിലെ തടസ്സം പൊളിച്ച് വെള്ളമൊഴുക്കുകയാണ് പതിവ്. എന്നാൽ ഇതിനെതിരെ സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ. ഈ ഭാഗം ഉയർത്തിയാൽ സമീപത്തെ കടകളിലേക്കും പ്രധാന റോഡിലേക്കും വെള്ളം കയറും. വെള്ളം ഒഴുക്കി കളയുവാനുള്ള പ്രായോഗിക സംവിധാനം ചെയ്യാതെയുള്ള അധികൃതരുടെ നടപടികൾക്കെതിരെ കടുത്ത പ്രതിഷേധമുണ്ട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി തൃപ്രയർ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക, മെഡിസെപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെയും സർവീസ് പെൻഷൻകാരുടെയും പേരിൽ സർക്കാർ നടപ്പിലാക്കുന്ന ജീവാനന്ദം പദ്ധതിയിലൂടെ ശമ്പളവും പെൻഷനും പിടിച്ചുപറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് അനിൽ പുളിക്കൽ ആരോപിച്ചു. ധർണയിൽ KSSPA നിയോജക മണ്ഡലം പ്രസിഡന്റ് മൈത്രി C. വത്സൻ അധ്യക്ഷയായി. VR ജഗദീശൻ, AN സിദ്ധപ്രസാദ്, SR ഷൺമുഖൻ, രാജേന്ദ്രൻ, തിലകൻ എന്നിവർ സംസാരിച്ചു. പെൻഷൻ പരിഷ്കരണം കാലാകാലങ്ങളായി നടന്നു വരുന്ന ഒന്നാണ്. അത് കേരളത്തിന്റെ കീഴ്വഴക്കം കണക്കാക്കിയാൽ ഏത് ഗവൺമെന്റ് അധികാരത്തിലാണെങ്കിലും, അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും ശരി, 5 വർഷം കൂടുമ്പോൾ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കും. എന്നാൽ ഇന്ന് കേരളത്തിൽ രണ്ടാം പിണറായി വിജയന്റെ സർക്കാർ 8 വർഷം പിന്നിട്ടിട്ടും പെൻഷൻ പരിഷ്കരണ പരിപാടിക്ക് ഒരു ആലോചന നടത്താനോ ഒരു തുടക്കം കുറിക്കാനോ ഈ സർക്കാർ തയ്യാറാണ്. ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർ ദമ്പതിമാർക്ക് ആദരം നൽകി അന്തിക്കാട് KGM LP സ്കൂൾ വിദ്യാർത്ഥികൾ. അന്തിക്കാട് മേഖലയിൽ 40 വർഷത്തോളം കാലം ആതുര സേവന രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച കുട്ടികളുടെ ഡോക്ടറായി ഇപ്പോഴും സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ മുഹമ്മദ് റഫീഖിനെയും പാലിയേറ്റീവ് കെയറിൽ ഇപ്പോഴും സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഫാത്തിമ സുഹ്രാബിയെയുമാണ് ഡോക്ടേഴ്സ് ദിനമായ തിങ്കളാഴ്ച വിദ്യാലയത്തിൽ ആദരിച്ചത്. ചടങ്ങിൽ PTA പ്രസിഡന്റ് അഖില രാഗേഷ് അധ്യക്ഷയായി. മുതിർന്ന അധ്യാപകരായ സ്മിത, റീജ എന്നിവർ ഡോക്ടർമാരെ പൊന്നാടയണിയിച്ചു. PTA പ്രസിഡന്റ് അഖില രാഗേഷ്, PTA വൈസ് പ്രസിഡന്റ് അന്തിക്കാട് സതീശൻ എന്നിവർ മൊമെന്റോ സമ്മാനിച്ചു. പ്രധാന അധ്യാപകൻ ജോഷി D. കൊള്ളന്നൂർ, MPTA പ്രസിഡന്റ് അജീഷ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ, ദേവി, പ്രഷിത എന്നിവർ സംസാരിച്ചു. തങ്ങളുടെ സേവന കാലഘട്ടത്തിലെ ചില അനുഭവങ്ങൾ ഡോക്ടർ റഫീഖ് പങ്കുവച്ചത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രചോദനമായി. ഞങ്ങൾ രണ്ടുപേരും ഈ പരിസരത്ത് വളരെയധികം വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരാണ്. ഞാനവിടെ വന്നത് ശരിക്കും പറയുന്നത് തിരുവനന്തപുരത്തുകാരനാണ്. എവിടെ വന്ന് എങ്ങനെ കൂടിയെന്നതായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ഉപരിപഠനത്തിന് പോയപ്പോൾ അപ്പോൾ ആ ചരിത്രം അല്പം പറഞ്ഞേക്കാം, എന്നാൽ നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി. കാര്യം നമുക്ക് ഓരോ കുട്ടികളെയും ഇപ്പോഴത്തെ കുട്ടികളല്ല, കുട്ടികളുടെ പാരൻസിനെ. വാടനപ്പള്ളി ശ്രീ വേദവ്യാസ ക്ഷേമ സഭ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു.
തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. ശ്രീവേദവ്യാസ ക്ഷേമസഭ പ്രസിഡന്റ് ബാലൻ ഇത്തിക്കാട്ട് അധ്യക്ഷനായി. സെക്രട്ടറി ഐ കെ സുദർശനൻ, ട്രഷറർ കെ കെ ചന്ദ്രസേനൻ, കെ എം ഗോപാലൻ, എൻ വി ദാസൻ, ഐ ഡി ജയൻ, എം എ കൃഷ്ണകുട്ടി, എ എം രാജു, ഐ കെ വിക്രമൻ, മിലൻ കൃഷ്ണ, നന്ദന കെ പ്രഭാത് എന്നിവർ സംസാരിച്ചു. സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കൃത്യമായ അറിവോടുകൂടി തന്നെയാണ് ഇതിന് ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അറിയാം. വലിയ പുരോഗതി കൈവരിച്ച ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ സംസാരിക്കുകയും ജീവിക്കുകയും ചെയ്തത്. നമ്മുടെ എല്ലാ രീതികളിലും മാറ്റം വന്നിരിക്കുകയാണ്. നമ്മുടെ സംസാര രീതി മാറി, നമ്മുടെ ജീവിത ശൈലി മാറ്റം വന്നു, നമ്മുടെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും നമ്മൾ മാറി, നമ്മുടെ സ്വഭാവത്തിൽ നേരെ മാറ്റങ്ങൾ വന്നു. തൊഴിലിലും വലിയ മാറ്റം നമുക്ക് ഈ പ്രദേശത്ത് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഡോക്ടേഴ്സ് ദിനത്തിൽ താന്യം ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാരെ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ആദരിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. സൂപ്രണ്ട് ഡോക്ടർ എം പി ദീപ, ഡോക്ടർമാരായ മനു എം ഗോപാൽ, നസീറ അഹമ്മദ് ഹുസൈൻ എന്നിവരെ ആദരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി ദേവദാസ്, നിസാർ കുമ്മങ്കണ്ടത്ത്, പ്രമോദ് കണിമംഗലത്ത്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ എന്നിവർ സംസാരിച്ചു. സമൂഹത്തിന് ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതാണ് വൈദ്യശാസ്ത്രമെന്നും അതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർമാർ സമൂഹത്തിന് അഭിമാനമാണെന്നും സ്റ്റഡി സെന്റർ പ്രവർത്തകർ പറഞ്ഞു. ഇവർക്കൊക്കെ ആദ്യമേ തന്നെ ഡോക്ടേഴ്സ് ദിനത്തിൻ്റെ മംഗളങ്ങൾ ആദ്യം നേരെയാണ്. നമുക്കറിയാം, ഏതൊരാൾക്കും ഏറ്റവും അത്യാവശ്യം ഒരു മനുഷ്യ ശരീരത്തിന് പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിന് പറ്റുന്ന ക്ഷീണം അകറ്റാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി, സാധാരണക്കാരുമായി, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എന്നും സഹചാരികളായിട്ടുള്ള ആളുകളാണ് ഡോക്ടർമാർ. അപ്പോൾ ആ ഡോക്ടർമാർ നമുക്കറിയാം, കഴിഞ്ഞ കൊറോണ കാലമൊക്കെ നമ്മളെ പഠിപ്പിച്ചതും നമുക്ക് വേണ്ടി സർവീസ് ചെയ്തതുമൊക്കെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. കാരണം ആരോഗ്യരംഗത്തെ എല്ലാവരും ഒത്തൊരുമിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഇവിടെ മരണസംഖ്യ കുറയുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജിതമായ പ്രവർത്തനങ്ങൾ നടന്നു. കത്തോലിക്ക കോൺഗ്രസിന്റെ പഴുവിൽ ഫൊറോന കുടുംബ സംഗമം പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നടന്നു. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ കുടുംബസംഗമവും അതിരൂപത ഭാരവാഹികളെ ആദരിക്കുന്ന സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷനായി. ഫൊറോന പ്രൊമോട്ടർ ഫാദർ ജോയ് മുരിങ്ങാത്തേരി, തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കുത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി, ലീല വർഗീസ്, മേഴ്സി ജോയ്, ഓസ്റ്റിൻ പോൾ എന്നിവർ സംസാരിച്ചു. ഫൊറോനയിൽ നിന്ന് ഗ്ലോബൽ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡേവിസ് എടക്കളത്തൂർ, ഷെവലിയർ സണ്ണി തേക്കാനത്ത്, ത്യാഗരാജൻ പോളിടെക്നിക് പ്രിൻസിപ്പൽ ഇൻചാർജ് എൻ ജി സാബു, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാരായ കെ ജോർജ്, എ ജെ പ്രിൻസി എന്നിവരെയും ഫൊറോനയിലെ പുതുതലമുറയിൽ 5-ൽ കൂടുതൽ മക്കളുള്ള പൈലി ആന്റണി, റിറ്റി പൈലി ദമ്പതികളെയും ചടങ്ങിൽ അനുമോദിച്ചു. പൈലി ആന്റണി, മേജി തോമസ്, ജോയിന്റ് ജോബി ജോസ്, ജെസ്സി വർഗീസ്, ജോസഫ് കുണ്ടുകുളം എന്നിവർ നേതൃത്വം നൽകി. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും സർദാർ കലാവേദിയുടെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സദസ്സും ബാലവേദി സംഗമവും ബാലവേദി കുട്ടികൾക്ക് സൗജന്യ പഠനകിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി പ്രസിഡന്റ് ഗീതാ ദിലീപ് അധ്യക്ഷയായി. വടനപ്പള്ളി റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ പി എ അഫ്സൽ ക്ലാസ് നയിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജൂബി പ്രദീപ് പഠനകിറ്റ് വിതരണം ചെയ്തു. ബാലവേദി അംഗം മാസ്റ്റർ നീരജ് കൃഷ്ണ വായനാ പക്ഷാചരണത്തെ കുറിച്ച് കവിത ചൊല്ലി. UG അപർണ, PV ദിലീപ് കുമാർ, ബിന്ദു ഉണ്ണി, ഷൈബ ജിജു, AS സ്നേഹ, ഷാരി ജിഷാന്ത്, NK വിജയകുമാർ, VB രാജേഷ്, TK ഹരിദാസ് എന്നിവർ സംസാരിച്ചു. അപ്പോൾ എല്ലാവരും പഠനത്തിൽ ശ്രദ്ധിക്കുക. ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിതാക്കളെ അറിയിക്കുകയും അതുപോലെ തന്നെ സ്കൂളിൽ ടീച്ചേഴ്സിനെ അറിയിക്കുകയൊക്കെ ചെയ്യുക. പഠനവും കളികളും ഒക്കെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. വടനപ്പള്ളി ലയൺസ് ക്ലബിന്റെ 2024-25 വർഷത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. വടനപ്പള്ളി ഈസ്റ്റ് ലോവർ പ്രൈമറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ റീജിയണൽ ചെയർപേഴ്സൺ MC മദനകുമാർ 5 ഗ്ലോബൽ സർവീസ് പ്രൊജക്ടുകളുടെ വിതരണം പ്രധാന അധ്യാപിക TR ദിവ്യയ്ക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജയപ്രകാശ് ചക്കാമഠത്തിൽ അധ്യക്ഷനായി. ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി ഡോക്ടർ രാജഗോപാലിനെ റീജിയണൽ ചെയർപേഴ്സണും പ്രസിഡന്റും ചേർന്ന് ആദരിച്ചു. ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ്, മുൻ പ്രസിഡന്റ് KP പ്രവീൺജിത്ത്, KK ഗോപി എന്നിവർ സംസാരിച്ചു.
സെക്രട്ടറി കെ കെ മദനൻ, ട്രഷറർ കെ ബി സലീം, അബ്ദുൽ ലത്തീഫ്, സി ബി സുനിൽകുമാർ, എം വി ബിജിത്ത്, സുഭാഷ് ചന്ദ്രൻ, കെ എസ് സുഷിൽ കുമാർ, കെ ആർ മോഹനൻ എന്നിവർ സംസാരിച്ചു. തളിക്കുളം ലയൺസ് ക്ലബിന്റെ സേവന പദ്ധതികളുടെ ഭാഗമായി 5 ഗ്ലോബൽ സർവീസ് പ്രൊജക്ടുകൾ ഒരുമിച്ച് നടപ്പിലാക്കി. നാട്ടിക വെസ്റ്റ് KMUP സ്കൂളിൽ നടന്ന ചടങ്ങ് തളിക്കുളം ലയൺസ് ക്ലബ് പ്രസിഡന്റ് ടി കെ സുഗതൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PV സെന്തിൽകുമാർ മുഖ്യാതിഥിയായി. സ്കൂൾ പ്രധാനാധ്യാപിക CJ ജെന്നി, ലയൺസ് സോൺ ചെയർപേഴ്സൺ PS ഉണ്ണികൃഷ്ണൻ, ജില്ലാ നേതാക്കളായ AP രാമകൃഷ്ണൻ, CK അശോകൻ, ഡോക്ടർ BN ദിലീപ്, MD രാജേഷ് കുമാർ, ചാർട്ടർ മെമ്പർമാരായ CK ഗോപിനാഥൻ, കെ ഷൗക്കത്ത് അലി, ലീല രാമകൃഷ്ണൻ, CV സുരേഷ്, AM ജമാൽ, UB മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് പ്രോട്ടീൻ കിറ്റ്, ഗ്ലൂക്കോമീറ്റർ ആൻഡ് സ്ട്രിപ്പ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, റീഡിംഗ് ഗ്ലാസ്, ഭക്ഷണം കഴിക്കുന്നതിനുള്ള പാത്രങ്ങളും ഗ്ലാസുകളും, അടുക്കളത്തോട്ടത്തിലേക്കുള്ള വേപ്പിൻ തൈകൾ എന്നിവയാണ് സേവന പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്തത്. അതുമായി നന്ദി അറിയിക്കുന്നു. ലയൺസ് ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സംഘടന അവരുടെ ഒരു കൂട്ടായ്മയിൽ ഇന്ന് സമൂഹത്തിൽ നിരവധി സേവന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് രാമശേഖരൻ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ ആശുപത്രിയിൽ അതുപോലെ തന്നെ ആളുകൾക്കായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തളിക്കുളം ലയൺസ് ക്ലബിൻ്റെ മുഖാന്തരമാണ് ഇവിടെ ഈ പ്രവർത്തനങ്ങളൊക്കെ എത്തിക്കാൻ. 5 സർവീസ് പ്രൊജക്ടുകൾ ചെയ്തുകൊണ്ട് നാട്ടിക ലയൺസ് ക്ലബ്ബ് പുതിയ ലയൺസ് ഇയറിന് തുടക്കം കുറിച്ചു. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് പവിത്രൻ ഇയാനി അധ്യക്ഷനായി. SN ട്രസ്റ്റ് RDC PK പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂട്രീഷൻ ഫുഡ് കിറ്റ് പഞ്ചായത്ത് അംഗം CS മണികണ്ഠൻ വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള ഹങ്കർ കിറ്റ് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ വിജയരാഘവൻ, EJ ബൈജു, CR സുന്ദരൻ, ഹനീഫ MK, ഉണ്ണികൃഷ്ണൻ എന്നിവർ വിതരണം ചെയ്തു. ഡയബറ്റിക് ഗ്ലൂക്കോമീറ്ററും സ്ട്രിപ്പും അബ്ദുൽ അസീസിൽ നിന്നും പ്രധാനാധ്യാപിക ബിനീജ ഏറ്റുവാങ്ങി. വിഷൻ കിറ്റ് അനിലൻ വിതരണം ചെയ്തു. സ്കൂളിനുള്ള എൻവയോൺമെന്റ് കിറ്റ് അക്ബർ അലി, രവി വടക്കൻ, ബീന വാസൻ, മനോജ് കുന്നത്ത്, രാധാകൃഷ്ണൻ എന്നിവർ കൈമാറി. സോൺ ചെയർപേഴ്സൺ PS ഉണ്ണികൃഷ്ണൻ, ക്ലബ്ബ് അഡ്വൈസർ മാധവ മേനോൻ, വാസൻ കോഴിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി നാട്ടിക ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ കിഷോറിനെ ക്ലബ്ബ് പ്രസിഡന്റ് പവിത്രൻ ഇയാനി ആദരിച്ചു. ഡോക്ടർ ശ്രേയസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ്, നഴ്സിംഗ് സൂപ്രണ്ട് രചന, പാലിയേറ്റീവ് സിസ്റ്റർ പ്രിയ, ക്ലബ്ബ് ഭാരവാഹികളായ രവി വടക്കൻ, AA ഹനീഫ, രംഭ രവി, സുശീല പവിത്രൻ എന്നിവർ സംസാരിച്ചു. വിഭാഗത്തിൻ്റെ പ്രവേശനോത്സവം നടക്കുന്ന ദിവസമാണെന്ന്. പണ്ട് പ്രവേശനോത്സവം സ്കൂളുകൾക്ക് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ കോളേജുകൾക്കും വേണം എന്നുള്ളതുകൊണ്ട് ഇന്ന് ഇപ്പോൾ കോളേജിലവിടെ കോളേജിൽ 10 മണിക്കാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഒരു അരമണിക്കൂർ വൈകി എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്തുകൊണ്ടും ഈ ലയൺസിൻ്റെ പ്രോഗ്രാത്തിന് വരിക എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷമാണ്. കാരണം നിരവധി ക്ലബ്ബുകൾ നമുക്ക് ലോകമെമ്പാടും ഇന്ത്യയിലും കേരളത്തിലൊക്കെ ആയിട്ടുണ്ടെങ്കിലും സേവന മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് ലയൺസ് ക്ലബ്ബ്. എന്ത് ആപത്ത് ലോകത്തെവിടെ നടന്നാലും ലയൺസിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാം. ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ത്യയിലെ വാർത്തകളാണ് നമ്മൾ കൂടുതൽ അറിയുന്ന. ഇന്ത്യയിൽ എവിടെ എന്ത് വിപത്തുകൾ നടന്നാലും ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന, അതിന് പ്രാപ്തിയും സാമ്പത്തിക ഭദ്രതയും ഉള്ള ക്ലബ്ബ് എന്ന് പറയുന്നത് ലയൺസ് ക്ലബ്ബാണ്. അപ്പോൾ സാധാരണ ഒരു ക്ലബ്ബിൽ നിന്ന് വ്യത്യസ്തമായി ലയൺസിനെ വേറിട്ട് നിർത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സേവന മേഖലയിലുള്ള അവരുടെ പ്രവർത്തനത്തിൻ്റെ ശൈലിയും. പെരിങ്ങോട്ടുകര സെറാഫിക് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. റിട്ടയർഡ് സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷണർ MN ഗുണവർദ്ധൻ ഉദ്ഘാടനം ചെയ്തു. അസിസി പ്രൊവിൻസിലെ എഡ്യൂക്കേഷണൽ കൗൺസിലർ C ഫിലോജീസ് അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോട്ടുകര സെയിൻറ്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോൺ മൂലൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് മൊമൻറ്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. MP സജീവ്, റിട്ടയർഡ് പ്രൊഫസർ സരസ്വതി, KS സന്തോഷ്, C ജീൻ ആഗ്നസ്, പ്രധാനാധ്യാപിക ടെസിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. എല്ലാവർക്കും ആ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. മോട്ടിവേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. മോട്ടിവേഷൻ എന്താണ് മോട്ടിവേഷൻ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻത്യൂസിയാസം ടു ഡു സംതിങ്. അത് നമുക്കൊരു കാര്യം ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാകും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിക്ക് ഒരു ഫ്ലൈറ്റ് വരുമ്പോൾ എൻ്റെ അടുത്തൊരു മെഡിക്കൽ വിദ്യാർത്ഥി ഇരിക്കുന്നുണ്ടായിരുന്നു.
കുട്ടിയുടെ പേര് ഒപ്പാന്നാണ്. കുട്ടി ഇവിടെ ഇടതിരിഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അപ്പം എൻ്റെ ഒരു നമ്മുടെ അടുത്തൊക്കെ ഞാൻ കാട്ടുകാരനായതുകൊണ്ട് ഇടതിരിഞ്ഞൊക്കെ നമ്മുടെ അടുത്ത സ്ഥലമാണ്. കുട്ടിയോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ആ കുട്ടി ഗോകുലം മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുകയാണ്, ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ മകൾ ഡോക്ടറാണ്, അവള് FRCS-ഉം എൻ്റെ മരുമകളുടെ FRCS-ആണ്, രണ്ടാമതും ഇംഗ്ലണ്ടിലാണ്. എൻ്റെ ഭാര്യ ഡോക്ടറാണ്, ഞാൻ മാത്രമാണ് ഡോക്ടർ അല്ലാത്ത ഒരാൾ എൻ്റെ വീട്ടിലുള്ളത്. അങ്ങനെ പറഞ്ഞ് കുട്ടിക്ക് വലിയ സന്തോഷം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വാട്ട് ഈസ് യുവർ ഗോൾ? നേരത്തെ സിസ്റ്റർ പറഞ്ഞല്ലോ ഒരു ഗോൾ. നാഷണൽ ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർമാരെ ആദരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബിന്നി അറയ്ക്കൽ, ഷൈജ കിഷോർ, ജീജ രാധാകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ AI മുഹമ്മദ് മുജീബ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് രമ്യ KB, സ്റ്റാഫ് നഴ്സ് ഷെറിൻ, തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PA സഫീർ, ഡോക്ടർ അജയ് രാജൻ, ഡോക്ടർ ഫർഹീൻ അജ്മൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KA ജിതിൻ, സ്റ്റാഫ് നഴ്സ് സിജി എന്നിവർ സംസാരിച്ചു. ഇടവേള. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്തു നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്, ട്യൂഷൻ ഫോർ സ്റ്റേറ്റ് ആൻഡ് CBSE, LP, UP, ഹൈസ്കൂൾ, +2, UG, PG, ഡിപ്ലോമ, ഓൾ സബ്ജക്ട്സ്. മോണ്ടിസോറി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിംഗ്, കോളേജ് ഓഫ് ഫാഷൻ ഡിസൈൻ, പാരാമെഡിക്കൽ അക്കാദമി, കമ്പ്യൂട്ടർ അക്കാദമി, കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും. ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES, അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്ന്? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ
അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക്, സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണലൂർ നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ മണലൂർ സബ് ട്രഷറിക്ക് മുമ്പിൽ പെൻഷൻ പരിഷ്കരണ സംരക്ഷണ ദിനാചരണം നടത്തി. KB ജയറാം ഉദ്ഘാടനം ചെയ്തു. VC ജോൺസൺ, AT ആൻഡോ മാസ്റ്റർ, പ്രൊഫസർ PM വിജയകുമാരി, PP സ്റ്റീഫൻ, PK രവി, TK അനഘദാസൻ, ദിലീഷ് കൊട്ടിലിക്കൽ, KK പുഷ്കരൻ എന്നിവർ സംസാരിച്ചു. ഇസറ സ്ഥാപനങ്ങളിലെ പുതിയ അധ്യയന വർഷത്തെ പഠനാരംഭവും ഇസറ മെയിൻ ബ്ലോക്കിലെ 2ാം നിലയുടെ നിർമ്മാണോദ്ഘാടനവും ഇദാറ സ്കോളേഴ്സ് പാർക്ക്, ഓഡിറ്റോറിയം, മറാഹിള സോൺ എന്നിവയുടെ ശിലാസ്ഥാപനവും നടന്നു. SME സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇസറ വൈസ് പ്രസിഡന്റ് AK അബ്ദുൽ മജീദ് ഹാജി അധ്യക്ഷനായി. ഇസറ മദീനത്തുന്നൂർ ക്യാമ്പസ്, മസ്ഹറുൽ ഖുറാൻ അക്കാദമി, ഇമാം ഗസ്റ്റാലി മോഡൽ അക്കാദമി എന്നീ സ്ഥാപനങ്ങളുടെ സംയുക്ത രക്ഷാകർതൃ സംഘവും ഇതോടൊപ്പം നടന്നു. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം മുഖ്യപ്രഭാഷണം നടത്തി. ഇസ്ര ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി ആമുഖ പ്രഭാഷണം നടത്തി. സഫീർ നജ്മുദ്ദീൻ, ഷമീർ എറിയാട്, PK ബാവ ദാരിമി, ജാഫർ മാസ്റ്റർ എടക്കഴിയൂർ, ഹുസൈൻ ഹാജി പെരിങ്ങാട്, റമീസ് നൂറാനി, RK മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് വർഷം തോറും നൽകി വരാറുള്ള ക്യാഷ് അവാർഡുകളുടെ വിതരണം നടന്നു. ബാങ്ക് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KK ധർമ്മപാലൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, ബാങ്ക് സെക്രട്ടറി TD സുമി, UK ഗോപാലൻ എന്നിവർ സംസാരിച്ചു. ഏതൊക്കെ ആകട്ടെങ്കിൽ കൂടെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ കടൽ തീരമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ കുട്ടികൾ പഠിക്കണം. പഠിച്ച് സാമൂഹ്യ പ്രതിബദ്ധത. ഞാനൊരു MLA ആയി ഒന്നും ചെയ്യേണ്ടതെന്ന് തോന്നാൻ പലർക്കും ഉണ്ടാകും. പക്ഷെ ജനപ്രതിനിധി ആയാൽ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന്റെ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ നമ്മുടെ ഇവിടെയുള്ള ജനപ്രതിനിധികൾക്ക് കഴിയണം. അപ്പം ഞാൻ നിയമസഭ തുടങ്ങിയപ്പോൾ തുടക്കം മുതൽ തന്നെ കുട്ടികളോട് പറയാതിരിക്കുന്ന TV-യിലൊക്കെ കണ്ടു കാണും. കഴിഞ്ഞ 10-ാം തീയതി ആരംഭിച്ചതാണ്. നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഗംഭീര ചർച്ചകൾ, പ്രതിപക്ഷവും ഭരണപക്ഷവും നമ്മൾ ഗംഭീര ചർച്ച നടന്നിരിക്കുന്നത്. എന്താണ് പ്രധാനപ്പെട്ട വിഷയം? പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ +2 ജയിച്ച സെൽസൊക്കെ ജയിച്ച കുട്ടികൾക്ക് സീറ്റ് കിട്ടുമോ? സീറ്റ് കിട്ടാൻ യാതൊരു സാഹചര്യമില്ലെന്നും മറുവശം പറയുന്നു. നമ്മുടെ ഭരണപക്ഷം പറയുന്നു ഒരു കുട്ടികൾക്കും പഠിക്കാതെ നമ്മുടെ കാലത്ത് പുറത്തേക്ക് വിടാൻ സാധിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും പഠിക്കുന്ന സാഹചര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും തുടർന്ന് പഠിക്കുന്ന സാഹചര്യം ഉണ്ടാക്കും എന്ന് നമ്മുടെ
കേരള സർക്കാരിന്റെ ഭരണം നിലനിൽക്കുന്ന നമ്മുടെ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള സർക്കാർ പറയാണ് ഒരു കുട്ടികളും പഠിക്കാതെ ഇരിക്കരുത്, പഠിക്കുന്നതിന് ആവശ്യമായ ബദൽ നിർദ്ദേശ വികസനവുമായി വന്നിട്ട് മുന്നോട്ട് പോകും. ഇതാണ് നമ്മുടെ ടി വിയിൽ ഇപ്പോൾ നടക്കുന്ന ചലനം. ടി വി കണ്ടത് ഷോർട്ട് ഫിലിം രംഗത്ത് പ്രൊഫസർ നരേന്ദ്രപ്രസാദ് ഇന്റർനാഷണൽ പുരസ്കാരത്തിന് അർഹരായ അയ്യനയ്യപ്പൻ എന്ന ഭക്തിഗാനത്തിൽ പ്രവർത്തിച്ചവരെ ആദരിച്ചു. സുരേഷ് വാഴപ്പള്ളി, എളനാട് പ്രദീപ് ദാമോദരൻ, അനിൽ മണലൂർ, നന്ദന സുരേഷ്, വള്ളിക്കുട്ടി ശങ്കുരു എന്നിവരെയാണ് 01 മീഡിയ ക്രിയേഷൻസും കാഞ്ഞാണി പൗരാവലിയും ചേർന്ന് ആദരിച്ചത്. കാഞ്ഞാണി സിംല മാളിൽ നടന്ന ചടങ്ങ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷനായി. സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് സ്നേഹാദരവ് നൽകി. ശിവജി ഗുരുവായൂർ, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ, ശ്രീവത്സൻ അന്തിക്കാട്, KF ഡേവിസ്, VG രാധാകൃഷ്ണൻ, ഗിരീഷ് കുമാർ, പ്രോഗ്രാം ചെയർമാൻ ജനാർദ്ദനൻ മണ്ണുമ്മൽ, കൺവീനർ സുധീഷ് വാഴപ്പള്ളി, രാമചന്ദ്രൻ പള്ളിയിൽ, ബിനോജ് കാഞ്ഞാണി, അനിൽകുമാർ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഷോർട്ട് ഫിലിമായ കൊതുക് നിവാരണത്തിന്റെ ലോഞ്ചിങ്ങും ചടങ്ങിൽ വെച്ച് നടത്തി. KSTA വലപ്പാട് ഉപജില്ലാ പഠന ക്യാമ്പ് നടത്തി. തൃശൂർ ജില്ലാ സെക്രട്ടറി K പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് NK സുരേഷ് കുമാർ അധ്യക്ഷനായി. സംഘടനയും സമകാലിക രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ K പ്രമോദ് ക്ലാസ് എടുത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് T വിനോദിനി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PB സജീവ്, TV ചിത്രകുമാർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. TV വിനോദ്, KS സുധിൻ, VD ദിനകരൻ, KR രാകേഷ്, KS കിരൺ, ഗിരീഷ് കുമാർ, PV സുദർശിനി എന്നിവർ സംസാരിച്ചു. NES കോളേജിൽ ഡിഗ്രി ക്ലാസുകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചു. 4 വർഷ ബിരുദ കോഴ്സുകളുടെ സംസ്ഥാനതല പ്രവേശനോദ്ഘാടനം ഓൺലൈനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ അക്കാദമിക നിലവാരം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമാണ് 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകൾ ആരംഭിച്ചതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. NES കോളേജ് പ്രിൻസിപ്പാൾ NC അനീജ ചടങ്ങിൽ അധ്യക്ഷയായി. V ശശിധരൻ, MV ലതിമോൾ, NR സ്മിത, കണ്ണൻ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നമ്മൾ അവരെ കൂടെ നിൽക്കുക തന്നെ വേണം. അവര് ഇതായി അല്ലെങ്കിൽ അവരെ ഇനി അവരുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറയല്ല പാരൻസ്. എങ്ങനെയാണോ LKG നമ്മൾ ആ കുട്ടീനെ വിട്ടത് അതേ കരുതല് നമുക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ആ കുട്ടിക്ക് കൊടുക്കാം. അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാം. ഇന്ത്യൻ ജൂനിയർ ഫുട്ബോൾ ടീമിൽ തെരഞ്ഞെടുക്കപ്പെട്ട നേപ്പാളിൽ ആദ്യ മത്സരത്തിന് പുറപ്പെടുന്ന ചെമ്പിപ്പറമ്പിൽ നിയ സുരേഷിനെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഗീഷ് പൂരാടൻ വസതിയിലെത്തി ആദരിച്ചു. പ്രശസ്തി ഫലകം നൽകി. ചടങ്ങിൽ ഷൺമുഖൻ മയൂർ, പ്രേംദാസ് പുളിക്കൽ, കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇതൊരു മഹത്തരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ തീരദേശ മേഖലയിൽ നിന്ന് മറ്റു അത്ലറ്റിക്സ് വിഭാഗത്തിൽ ദേശീയ തലത്തിൽ പല താരങ്ങളും ഉദയം ചെയ്തിട്ടുണ്ടെങ്കിലും ഫുട്ബോൾ പോലെയുള്ള ഒരു ഗെയിംസ് ഐറ്റംസിൽ ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ഒരു തീരദേശത്ത് നിന്ന് ഒരു കുട്ടി ഉയർന്നു വരുന്നത്. CC മുകുന്ദൻ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് വലപ്പാട് SN സെന്ററിൽ സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് VR ജിത്ത്, ജനപ്രതിനിധികളായ അനിത കാർത്തികേയൻ, EP അജയഘോഷ്, BK മണിലാൽ എന്നിവർ സംസാരിച്ചു. 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വെളിച്ച സംവിധാനം സ്ഥാപിച്ചത്. വലിയ നിയമസാധ്യതകളില്ലാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് ഇത്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇവിടുത്തെ സംഘടന, ഞാൻ പേരെടുത്ത് പഠിച്ചാലും ചിലപ്പോൾ വിഷമം ഉണ്ടാവും, ഒരു സംഘടന എന്നോട് പറയേണ്ടായി ഇത് വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ തീരുമാനം എടുത്തത്. ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ഹൈമാസിലെ ഏറ്റവും കൂടാതെ തന്നെ ബസ് സ്റ്റോപ്പും പണിയാൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ചില NOCയിലെ ചില സർക്കാരിൻ്റെ ഓർഡർ അനുസരിച്ച് ചില തർക്കങ്ങളുള്ളതുകൊണ്ട് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഏങ്ങണ്ടിയൂർ ലയൺസ് ക്ലബിന്റെ പുതിയ വർഷത്തിലെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഏങ്ങണ്ടിയൂർ തിരുമംഗലം UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് PR മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. 5 ഗ്ലോബൽ സർവീസ് പ്രൊജക്ടുകൾ പ്രധാനാധ്യാപിക റീന തോമസിന് നൽകിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം. സെക്രട്ടറി കണ്ണൻ വയ്യക്കാട്ടിൽ, ട്രഷറർ ശിവദാസ്, രമേശ് മാസ്റ്റർ, ഹരിലാൽ പണിക്കശ്ശേരി, സന്തോഷ് ശ്രീനിവാസൻ, രവി, മനോജ്, ഗിരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു.
തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരുന്ന KT ഔസേപ്പ് 13 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിച്ചു. കൊറോണ പടർന്നു പിടിച്ച കാലഘട്ടത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി നടത്തിയ സേവനത്തിനുള്ള ഗവൺമെന്റ് തല ജില്ലാ അവാർഡ് ഔസേപ്പിനായിരുന്നു. മണലൂർ രാജീവ് നഗർ സ്വദേശിയാണ്. ഭാര്യ നാൻസി, മകൾ അൽജി. മണലൂർ സെന്റ് തെരേസസ് UP സ്കൂളിൽ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സീനിയർ ഡോക്ടറുമായ ഡോക്ടർ വർഗീസ് തോപ്പിൽ, OSA പ്രസിഡന്റ് ഡോക്ടർ ആന്റണി തോപ്പിൽ, ഡോക്ടർ സജീവൻ എന്നിവരെ പ്രധാനാധ്യാപിക സിസ്റ്റർ വിന്നിയും ഡോക്ടറുടെ വേഷമണിഞ്ഞു വന്ന കുട്ടി ഡോക്ടർമാരും ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. അധ്യാപിക മേരി സിമി ഡോക്ടേഴ്സ് ഡേയുടെ സന്ദേശം നൽകി. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ ഗ്ലോബൽ സർവീസ് പ്രോജക്ടിന്റെ ഭാഗമായി 5 സർവീസ് പദ്ധതികൾ നടപ്പിലാക്കി. തൃപ്രയാർ AUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി കറിവേപ്പില തൈകൾ, വിഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി ഐവാഷ് കപ്പുകൾ, ഹങ്കർ പ്രൊജക്ടിന്റെ ഭാഗമായി ഫുഡ് കിറ്റുകൾ, ചൈൽഡ് ഫുഡ് പ്രൊജക്ടിന്റെ ഭാഗമായി പ്രോട്ടീൻ കിറ്റുകൾ, ഷുഗർ പരിശോധിക്കുന്നതിനുള്ള മെഷീനും സ്ട്രിപ്പും വിതരണം ചെയ്തു. VS വ്യാസബാബു ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സാനി ജോസഫ് അധ്യക്ഷനായി. സെക്രട്ടറി CR ഗണേഷ്, പ്രധാനാധ്യാപിക ഡോളി, ലയൺസ് ഭാരവാഹികളായ മാധവ മേനോൻ, AA ആന്റണി, ആന്റണി സേവ്യർ, പ്രതാപൻ കളത്തിൽ, ബിന്ദു, ജ്യോതി തോമസ്, രൂപലേഖ രഘു, വിൻസെന്റ്, രഘു പുളിക്കൽ, സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ, PTA പ്രസിഡന്റ് വിനീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി വലപ്പാട് ആശുപത്രിയിലെ ഡോക്ടർമാരെ ആശുപത്രിയിലെത്തി ആദരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് ഓർഗനൈസേഷനാണ് ലയൺസ് ക്ലബ്ബ്. ഇന്ത്യ പോലെ 200 രാഷ്ട്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാന്ത്വനമാണ്, സ്നേഹം, സാന്ത്വനം, ഇതൊക്കെയാണ് ലയൺസ് ക്ലബ്ബിൻ്റെ മോട്ടോ. ആർക്ക് എന്തെങ്കിലും അപകടങ്ങളെല്ലാം സംഭവിച്ചാൽ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ നേരിട്ട് ഇടപെടുന്നതാണ്. ഈ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിൻ്റെ ഇവിടുത്തെ ഡിസ്ട്രിക്ട് ഡയറക്ടർ DG ജെയിംസ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഗ്ലോബൽ പ്രോജക്ട്സിൻ്റെ 5 പ്രോജക്ട്സിൻ്റെ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത്. പെരിങ്ങോട്ടുകര കിഴക്കേനട ബോട്ടുകടവ് അണ്ടേഴത്ത് ഹരിദാസന്റെ ഭാര്യ സുജാത അന്തരിച്ചു. 70 വയസ്സായിരുന്നു. മക്കൾ രശ്മി, രഞ്ജി, റെനീഷ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തിക്കാട് പുത്തൻകോവിലകം റോഡിലെ വെള്ളക്കെട്ടുള്ള ഭാഗം കല്ലിട്ട് ഉയർത്തുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. സ്കൂളുകളും സംഘടനകളും ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.